SSLC +2 വിജയികളായ വിദ്യാർത്ഥികൾക്കായി ഉദ്യോഗ യോജന മിഷൻ കേരളത്തിലുടനീളം വൻ തൊഴിൽദായക തുടർപഠന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നു. ദേശീയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള കോഴ്സുകൾക്ക് പുറമെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിനും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളോടെ പ്രവേശനം ലഭിക്കും. ഗവൺമെന്റിന്റെ വിവിധ തൊഴിൽ നൈപുണ്യ വികസന സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ രംഗത്തെ തൊഴിലവസരങ്ങൾക്ക് അനുയോജ്യമായി യുവാക്കളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. ഈ രംഗത്തെ തൊഴിൽ കണ്ടെത്തുവാനും കരിയർ പിന്തുടരാനുള്ള അറിവും അംഗീകൃത സർട്ടിഫിക്കറ്റുകളും നൽകി യുവാക്കളെ സജ്ജരാക്കുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിനെ കുറിച്ച് വിശദീകരിച്ചാൽ, ലോകമെമ്പാടുമുള്ള വിവിധ വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഉയർന്ന ഡിമാൻഡുള്ള തൊഴിലവസരങ്ങളാണ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് വാഗ്ദാനം ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഒരു വ്യവസായത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തുടങ്ങുന്ന ഫയർ ആൻഡ് സേഫ്റ്റി തൊഴിലവസരങ്ങൾ വ്യവസായശാല ആരംഭിച്ച ശേഷവും നിലനിർത്തേണ്ടതായി വരുന്നു. വിമാനത്താവളങ്ങൾ, ഷിപ്പ്യാർഡുകൾ, ഡോക്ക് യാർഡുകൾ, വാഹന നിർമ്മാണശാലകൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, വൻകിട ചെറുകിട മാളുകൾ തുടങ്ങി തൊഴിലാളികൾ കൂടുതലുള്ള എവിടെയും ഫയർ ആൻഡ് സേഫ്റ്റി പ്രൊഫഷണലുകൾക്ക് മുൻഗണനയുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലൂടെ ലഭിക്കുന്ന അറിവും അംഗീകൃത സർട്ടിഫിക്കറ്റുകളും യുവാക്കളെ പരിധികളില്ലാത്ത തൊഴിലവസരങ്ങൾക്ക് അർഹരാക്കുന്നു. സമൂഹത്തിൽ റിസ്ക് മാനേജ്മെന്റ്, സുരക്ഷാ പരിശോധനകൾ, അടിയന്തര പ്രതികരണം, ആസൂത്രണം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ജോലികൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചവരുടെ സേവനം ആവശ്യമുണ്ട്. ഇന്ത്യയിലും വിദേശത്തും ചെറുതും വലുതുമായ എല്ലാ തൊഴിലിടങ്ങളിലും സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ച പ്രൊഫഷണലുകളുടെ ആവശ്യം ലോകമെമ്പാടും വർദ്ധിച്ചു വരികയാണ്. എല്ലാ തൊഴിൽ ദാതാക്കളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും നിയമപരമായ പിഴവുകൾ ഒഴിവാക്കാനും ശ്രമിക്കുന്നതിനാൽ ആദ്യം സേഫ്റ്റി ഉദ്യോഗസ്ഥരെയാകും നിയമിക്കുക. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് കഴിഞ്ഞവർക്കായി വൻ തൊഴിലവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. എല്ലാ ജില്ലകളിലെയും ഓരോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധിയിൽ നിന്നും 100 സീറ്റുകൾ വീതം സംവരണം ചെയ്തിട്ടുണ്ട്. യോഗ്യത SSLC +2, പോളി, ITI, ഡിഗ്രി തത്തുല്യം. പ്രായപരിധി 28 വയസ്സ്. കുടുംബശ്രീ അംഗങ്ങളുടെയും സാധാരണക്കാരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും മറ്റു വിഭാഗക്കാരുടെയും മക്കൾക്ക് മുൻഗണനയോടെ നിശ്ചിത സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. നേരിട്ടുള്ള അഭിമുഖത്തിനു ശേഷം നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും പ്രവേശനം. ഉദ്യോഗ യോജന മിഷൻ തൊഴിൽദായക തുടർപഠന വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ മറ്റു വിവരങ്ങൾ അറിയുന്നതിനും ആനുകൂല്യങ്ങളോടെ പ്രവേശനം നേടുന്നതിനുമായി ഉദ്യോഗ യോജന മിഷന്റെ അതാത് ജില്ലാ കേന്ദ്രങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.